പിന്നെ യേശു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയാലും എങ്ങനെ ഇരിക്കും? എം എ ബേബി പറഞ്ഞതാണ് യേശു ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനകത്ത് ഏറെ അപ്രധാനത്തോടു കൂടി നിന്ന ഒരു നേതാവ് ഇന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. പിണറായിക്കും താഴെ നിന്ന ഒരു നേതാവ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തെ? അല്ല, എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ഒരവസ്ഥ എന്നാണ് അദ്ദേഹം യേശുക്രിസ്തു എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു. അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടു. അദ്ദേഹത്തെ ഒരുപാട് വലിച്ചഴച്ച് കുരിശ് ചുമന്ന് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ശരിക്കും ഇപ്പം എം എ ബേബി സഖാവിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. രണ്ടാം മുണ്ടശ്ശേരി എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയായിരുന്നു എം എ ബേബി. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം കൊല്ലത്ത് കുണ്ട്ര എന്ന മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുണ്ട്. അതിനുശേഷം എം എൽ എ ആയിരിക്കെ തന്നെ കൊല്ലം മണ്ഡലത്തിൽ എൻ കെ പ്രേമേന്ദ്രനെതിരെ ദയനീയ പരാജയം ഏറ്റുവാങ്ങി. അതിനുശേഷം അദ്ദേഹം ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ട്, ഒരുപാട് വായിക്കുന്ന മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് മുന്നേ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് എത്തേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ ഈ പിണറായി വിജയൻ അദ്ദേഹത്തെ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എപ്പോഴും ഈ കണ്ണൂർ ലോബി ഇത്തരത്തിലുള്ള കൊല്ലം അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ ആലപ്പുഴയുള്ളവരെ ഒന്നും ഒരിക്കലും ഉയർത്തത്തില്ല. സ്വാഭാവികമായും ആ രീതിയിൽ എം എ ബേബി മാനസികമായി പിന്നെ ഇതിനോട് അങ്ങ് പൊരുത്തപ്പെട്ടു. കാരണം എനിക്കിനി ഒന്നും ആവാൻ പറ്റില്ല, കാരണം എന്നെ ആക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞാൻ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. സ്വാഭാവികമായും നമ്മൾ തന്നെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് 1ാം റാങ്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 15ാമത്തെ റാങ്കാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിരുന്നിരുന്ന് അവസാനം നമുക്ക് അറിയാം ഇനി 1ാം റാങ്ക് കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അദ്ദേഹം അങ്ങ് ഒരു ട്രോമ സ്റ്റേജിലേക്ക് പോയി. കാരണം വിഷാദ രോഗത്തിനും അടിമപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ സി പി എം സംവിധാനത്തിൽ പ്രായപരിധി എല്ലാം വന്നു. ബംഗാളിലെല്ലാം കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച, ത്രിപുരയിൽ തകർച്ച എല്ലാം വന്നപ്പോൾ പിന്നെ ആകെ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനായിട്ട്. ആകെ ഈ എം എ ബേബി മാത്രമേ ഉള്ളൂ. അപ്പോൾ എം എ ബേബി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി ഇല്ലാതെ പോകേണ്ടി വരും. സ്വാഭാവികമായും പിണറായി വിജയൻ പറഞ്ഞു എം എ ബേബി ആക്കിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ ജയലളിത ഒരിക്കൽ ജയിലിൽ കിടന്നപ്പോൾ പനീർ സെൽവത്തെ ഭരണം ഏൽപ്പിച്ചു, മുഖ്യമന്ത്രിയാക്കി എന്നതുപോലെയാണ് എം എ ബേബിയുടെ അവസ്ഥ. ചലിക്കാൻ പറ്റില്ല, പിണറായി പറയാതെ ഒരു അക്ഷരം ചലിക്കാൻ പറ്റില്ല. അതാണ് അദ്ദേഹം യേശുക്രിസ്തു എന്നതിലൂടെ ഉദ്ദേശിച്ചത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ താനൊരു യേശുക്രിസ്തു എന്ന് സ്വയം തോന്നിയപ്പോഴാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ സി പി എമ്മിൽ ചേർന്നേനെ എന്ന രീതിയിൽ പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സഭകളെ ഒപ്പം നിർത്താനായിട്ട് സി പി എം പറഞ്ഞിരുന്നു മാർക്സും യേശുവും കമ്മ്യൂണിസവും എല്ലാം ഒരേ രീതിയിലുള്ള ദർശനങ്ങളാണ് പിൻപറ്റുന്നതെന്നുള്ളത്. എനിക്കൊരു വലിയ യോജിപ്പുണ്ട്. അത് മാർക്സിയൻ കൺസെപ്റ്റുകളെല്ലാം തന്നെ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള ആത്മീയ കാഴ്ചപ്പാടുകളോട് യോജിപ്പില്ല. ശരി, അവരുടെ ശാസ്ത്രീയ സോഷ്യലിസം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് വാസ്തവം. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാര്യത്തിന് അവർ ശാസ്ത്രീയമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നു. വ്യാജ നിർമ്മിതിക്ക് അവരെ കമ്മ്യൂണിസ്റ്റുകളെ കഴിഞ്ഞിട്ടേ ലോകത്താരുമുള്ളൂ എന്നതാണ് സത്യം. പക്ഷേ ഇവിടെ എം എ ബേബി പറയുന്നത് യേശുവാണ് ശരിയായ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. യേശു കമ്മ്യൂണിസ്റ്റ് അല്ല. യേശു ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും മനുഷ്യസ്നേഹി ആകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊന്ന്, എം എ ബേബിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ പറയുന്ന ഒരു സ്ഥലജല വിഭ്രാന്തിക്ക് കാരണം അപ്രതീക്ഷിതമായി കൈവന്ന ഈ സ്ഥാനമാണ്. കാരണം മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് പത്രപ്രവർത്തകർ ചെന്നിട്ട് എം എ ബേബിയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് താങ്കൾ തന്നെയാണോ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആവുക? നിങ്ങൾ ചോദിക്കുന്നത് പ്രചരിപ്പിക്കുന്നതെല്ലാം ആണെന്ന് തെളിയുമെന്നാണ് എം എ ബേബി പറഞ്ഞത്. അതായത് എം എ ബേബിക്ക് പോലും യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ലോട്ടറി അടിച്ചത്. അതെ, ഒരിക്കലും സി പി എമ്മിന് ജനറൽ സെക്രട്ടറി ആകുമെന്ന്. രണ്ടാമത്തെ ആളാണ് കേരളത്തിൽ ഇ എം എസിന് ശേഷം. അപ്പോൾ ബംഗാളിൽ നിന്നുള്ള നേതാക്കളുണ്ടായിരുന്നു, പലരെയും പരിഗണിക്കാൻ വരുന്നതാണ്. പക്ഷേ പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട്, 75 വയസ്സിൽ താഴെയുള്ളവരുണ്ട്. പക്ഷേ 75 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്താനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു പക്ഷേ പിണറായിയെ നിഷേധിക്കുന്നവരായി മാറിയേക്കാം. ബംഗാളിലുള്ള സഖാക്കളുടെ പ്രത്യേകത അതാണ്. പിണറായിക്ക് കീഴ്പ്പെടാൻ അവർക്ക് വലിയ വിഷമമുണ്ട്. കാരണം ബംഗാൾ നഷ്ടപ്രതാപത്തിലാണെങ്കിലും ഉണ്ടായിരുന്ന കാലത്ത് വലിയ പ്രതാപം ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ അടിമയാവാൻ അവരെ കിട്ടില്ല എന്നുള്ളൊരു നിലപാട് അവരെടുക്കും.
രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നകത്ത് ഇപ്പോൾ നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പ്രായപരിധി കൊണ്ടുവന്നു, മുകളിലുള്ള ആർക്കും കൊടുത്തില്ല, ജനറൽ സെക്രട്ടറിക്കോ അങ്ങനെ ആരെങ്കിലും ഒരു ഏറ്റവും മുതിർന്ന നേതാവിന് കൊടുത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കാമായിരുന്നു. അവരെ വൃന്ദ കാരാട്ടിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൃന്ദ കാരാട്ടിനെ ഒന്നും പരിഗണിച്ചുമില്ല. പോട്ടെ, ഈ 75 വയസ്സിന് താഴെ ഉള്ള 75 വയസ്സായി പരിമിതപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് 75 വയസ്സ് അതിന് താഴെ ഒരു പ്രായമുള്ള ആൾക്കാർ ചുറുചുറുക്കോട് നിൽക്കുന്നവർ തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ CPM ചെയ്യേണ്ടിയിരുന്നത് രണ്ടാം തലമുറയെ വളർത്തിക്കൊണ്ടുവരണമായിരുന്നു. ദൗർഭാഗ്യവശാൽ അതോ ജനങ്ങളുടെ സൗഭാഗ്യവശാലോ CPM-ൻ്റെ രണ്ടാം തലമുറ എന്ന് പറയുന്നത് അത്രയ്ക്ക് കഴിവുള്ള ആരും തന്നെയില്ല. CPM-ൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ ആരുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി ആരുമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പോലും പ്രായോഗികമായി മുഹമ്മദ് റിയാസ് ഉണ്ട്. മുഹമ്മദ് റിയാസിനെ എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാം. അതായത് മരുമക്കത്തായം കഴിയുന്ന നാടാണ് നമ്മളത്, അതുകൂടെ ഓർക്കണം. അതായത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ൽ ഈ MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നു. അതും തന്നെ ഇതുപോലെ തന്നെ സംഭവിച്ച ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെ. ഇതിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിണറായി ആണ് കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് അദ്ദേഹത്തിന് പ്രായം പ്രശ്നമല്ല, ഒന്നും യാതൊരു വിലക്കുകളുമില്ല, കാരണഭൂതനാണ്, അതോടൊപ്പം തന്നെ ക്യാപ്റ്റനാണ്, ഇരട്ടച്ചങ്കനാണ്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞതുപോലെ പാവം ഒരു P ജയരാജൻ ഒരു പാട്ടിറക്കിയപ്പോൾ അതിന് ശക്തമായി വിമർശിക്കുകയും ഒക്കെ ചെയ്ത പിണറായി വിജയൻ സ്വന്തം പേരിലുള്ള പാട്ടും തിരുവാതിരയൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പാർട്ടിക്ക് വന്ന ഏറ്റവും വലിയ ഗതികേട് ഒരു ജനറൽ സെക്രട്ടറി പോലും പിണറായിക്ക് വിധേയനായി പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതികെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞതുപോലെ പിണറായിയുടെ ആദ്യ മന്ത്രിസഭയിൽ വളരെ പ്രഗത്ഭര മന്ത്രിമാരുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്നു. പക്ഷേ അവരെല്ലാം ഫ്രീസറിലാക്കി. ഈ പറഞ്ഞ അവസാനം KK ശൈലജയെ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ഉയർന്നു ഒതുക്കി. ഇപ്പോൾ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പൈസ ഇല്ലെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം കിഫ്ബി പോലെ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുമായിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ആ കോവിഡ് സമയത്തൊക്കെ അവർ എടുത്ത ഇതറിയാമല്ലോ. പിന്നെ G സുധാകരനെ പോലുള്ള അദ്ദേഹം ഒരു ലളിത ജീവിതം നയിക്കുന്ന യാതൊരു വിധത്തിലും അഴിമതിയൊന്നും തൊട്ട് തീണ്ടാത്ത G സുധാകരൻ, ഇവരെയൊക്കെ ഒതുക്കിക്കൊണ്ട് ഇപ്പോൾ കുറേ കഴിവുകെട്ട ഭരണാധികാരികളെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാം തീരുമാനിക്കുന്ന പിണറായിയാണ്. ഇപ്പോൾ അവിടെ ഡൽഹിയിൽ പോലും പാർട്ടി കെട്ടിടങ്ങളുടെ വാടക അടയ്ക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളം കനിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും MA ബേബിക്കായാലും ഗോവിന്ദൻ മാഷിനായാലും എല്ലാം പിണറായിക്ക് വിധേയനായി നിൽക്കേണ്ടി വരും. അതായത് സീതാറാം യെച്ചൂരി ഉള്ള സമയത്ത് മാത്രമായിരുന്നു പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയുന്നത്. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് ഇവരെല്ലാം വിനീത വിധേയന്മാരാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമല്ലാത്തൊരു കേഡർ പാർട്ടിയാണ് ഇത്തരത്തിൽ പിണറായി സർക്കാർ എന്ന് പോലും രണ്ടാം പിണറായി സർക്കാർ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന മൂന്നാം പിണറായി സർക്കാർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് എത്ര നല്ല നടക്കാത്ത സ്വപ്നം എന്ന് അറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ആ ഒരു പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.